വരച്ചു കൊടുക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വരച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം ഫേസാണ് കാണിക്കുന്നത്, പിന്നെ നമുക്ക് ഓരോ പിക്ചറായിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. ആദ്യം ഒരു ത്രികോണം വരച്ചു, പിന്നെ അതിൻ്റെ മുകളിലൊരു വട്ടം കൊടുത്തു. ഫേസിൻ്റെ ഭാഗമാണ്, രണ്ട് സൈഡിലും നീട്ടി വരച്ചു. അതിനുശേഷം ഇതിൻ്റെ മിഡിലായിട്ട് നമുക്കൊരു സർക്കിൾ കൊടുക്കാം. ഇത് മൂക്കാണ് കേട്ടോ. ഇനി നമുക്ക് മീശ വരച്ചു കൊടുക്കാം. ഇങ്ങനെ മീശേൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഒന്ന് വലുതൊന്ന് ചെറുതായിപ്പോയി, അപ്പം അതൊന്ന് ശരിയാക്കുന്നുണ്ട്. ഏകദേശം ഒരുപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് വായ കൊടുക്കാം. പിന്നെ നമുക്ക് രണ്ട് കണ്ണ് വരച്ചു കൊടുക്കാം. കണ്ണിൻ്റെ ഉള്ളിലുള്ള കൃഷ്ണമണി വരച്ചു. ഇനി ചെവിയായിട്ട് നമുക്കിവിടെ ഇങ്ങനെ ചെവി വരച്ചു കൊടുക്കാം. ഇനി താടി ഏകദേശം നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് മുടി പോലെ അങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ കളർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഔട്ട്ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മാർക്കർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് കളർ ചെയ്യാം. കളർ ചെയ്യാൻ ഞാൻ ക്രയോൺസ് ആണ് എടുക്കുന്നത്. ക്രയോൺസ് നമുക്ക് വേണ്ട കളറ് ആദ്യം എടുക്കുക. റെഡും അതുപോലെ സ്കിൻ കളറുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. സ്കിൻ കളർ ലൈറ്റ് ഓറഞ്ച് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ സ്കിൻ കളറായിട്ട് തന്നെ ഉണ്ട്, കിട്ടും. ടിൻറ്റ് എന്നാണ് തോന്നുന്നുണ്ട് ആ ഷെയ്ഡിൻ്റെ പേര്. പക്ഷേ എനിക്ക് ടിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഓറഞ്ച് ആണ് എടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ യെല്ലോ കളർ ഷെയ്ഡ് എടുക്കാം. ഞാൻ സ്കിൻ ടോൺ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് ലൈറ്റ് ഓറഞ്ച് ആണ്. അപ്പോൾ റെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് തൊപ്പിക്ക് കളർ കൊടുക്കാം. അതുപോലെ ഫേസിന് നമ്മളിതാ ലൈറ്റ് ഓറഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത്. മൂക്കിലും നമ്മൾ ഈ കളറിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അപ്പൂപ്പനെ വരച്ചിട്ടുണ്ട്. ഫേസ് കൊടുക്കുന്നുണ്ട്. രണ്ട് ഐബ്രോ വരച്ചു കൊടുക്കാം. കണ്ണ് ജസ്റ്റ് നമുക്ക് ചെറിയൊരു കണ്ണ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താടി വരച്ചു കൊടുക്കാം. താടി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ ഒരു ചെറിയ 2 ചെവി കൊടുക്കാം. താടി ഇവിടുന്ന്, അതായത് മുടിയും താടിയും കൂടി ഒരുമിച്ചാട്ടോ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി കൊടുക്കാം. ബോഡി നമുക്ക് കുറച്ച് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ. ഇനി ഇവിടുന്ന് കൈ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുക. ആ കൈയിൻ്റെ ഡ്രസ്സിൻ്റെ കുപ്പായത്തിൻ്റെ കൈയിൻ്റെ അറ്റത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കൈ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കൊടുക്കാം. അതേമാതിരി ഇവിടെയും അതുപോലെ കൊടുക്കാം. ഇനി നമുക്ക് പാൻറ് കൊടുക്കാം. പാൻറ് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് പാൻറ്റിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ മടക്ക് കൊടുക്കാം. ഇനി ഷൂ കൊടുക്കാം. ഇങ്ങനെ 2 സൈഡിലേക്കും കാല് ഇങ്ങനെ കൊടുക്കാം. ഇനി അപ്പൂപ്പൻ്റെ ഡ്രസ്സിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇനി നിറയെ ബട്ടൺസ് കൊടുക്കാം. ഇനി കയ്യിലൊരു സഞ്ചി കൊടുത്താലോ? ഇങ്ങനെ വന്നിട്ട് സഞ്ചി ഇങ്ങനെയും കൊടുക്കാം. സഞ്ചിൻ്റെ ഇവിടെ നമുക്ക് കുറച്ചൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പം അപ്പൂപ്പൻ റെഡി. ഇനി നമുക്ക് ഔട്ട്ലൈൻ കൊടുത്തിട്ട് കളർ ഫിൽ ചെയ്യാം കേട്ടോ. വായ കൊടുക്കാൻ പറഞ്ഞു. അപ്പം അവിടെ ഒരു വായ വരച്ചു.
നമുക്ക് കളർ ചെയ്യാം. റെഡ് എടുക്കുക, തൊപ്പിക്ക് നമ്മൾ റെഡ് കൊടുക്കുക. ഡ്രസ്സിന് അതുപോലെ റെഡ്.